പ്രൈസ് ദി ലോർഡ്. കോർണർസ്റ്റോൺ മിനിസ്ട്രീസിൻ്റെ ദി പ്രോഫറ്റിക് ഓറക്കിളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അത് ചരിത്രത്തെ മാറ്റിമറിക്കുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രവചനം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയോട് അരുളി ചെയ്യുന്നു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഒഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ഒരു ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ ഇസ്രായേൽ ജനം അടിമത്തത്തിൻ്റെ കാഠിന്യത്തിൽ തകർന്നിരിക്കുകയാണ്. മോശെ മരുഭൂമിയിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ ശൂന്യതയുടെ നടുവിലാണ് സ്വർഗത്തിലെ ദൈവം ഈ പ്രവചനം നടത്തുന്നത്. ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ അവരെ വിടുവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ലോകം കരുതി ഇസ്രായേൽ നശിച്ചുപോയി എന്ന്. എന്നാൽ ദൈവം അവരുടെ ഭാവിയെ പ്രവചിച്ചു. ഈ പ്രവചനം മാറ്റമില്ലാതെ നിവൃത്തിയാകുവാൻ ഇടയായി തീർന്നു. മോശെ ഈജിപ്തിലേക്ക് പോവുകയും ദൈവത്തിൻ്റെ ശക്തിയോടെ ഫറവോനെ നേരിടുകയും ചെയ്തു. അനേകം അത്ഭുതങ്ങളും 10 ബാധകളും ഒക്കെ നടത്തിയതിനു ശേഷം ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവർ യാത്ര തുടങ്ങി. മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം പറഞ്ഞ ഓരോ വാക്കും അത് അക്ഷരം പ്രതി നടക്കുവാനിടയെ തീർന്നു. അതേ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് മാറ്റമില്ല, അവ നിശ്ചയമായും നിവർത്തിക്കപ്പെടും. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് നിങ്ങൾ കഷ്ടതയിലാണോ, അടിമത്വത്തിലാണോ, ഭാരപ്പെട്ടിരിക്കുകയാണോ, ഇനി എനിക്കൊരു വിടുതലില്ല, ഈ അടിമത്തത്തിൽ ഞാൻ നശിച്ചു പോകും, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധികൾക്കകത്ത് ഞാൻ കുടുങ്ങിപ്പോകും എന്ന് കരുതി നിങ്ങൾ ഇന്ന് കരയുകയാണോ? മോശയോട് സംസാരിച്ച ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ആ ദൈവം ഉൾപ്പെടർപ്പിൽ നിന്ന് പറഞ്ഞ അതേ വാക്ക് ഇന്ന് നിങ്ങളോട് ദൈവം ഇടപെടുകയാണ്. നിങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, നിങ്ങളുടെ ദുഃഖം ദൈവം അറിയുന്നു. നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന്, നിങ്ങളുടെ തകർച്ചയിൽ നിന്ന്, ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ കഷ്ടതയിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിപ്പാനും നല്ലതും വിശാലവുമായ ഒരു ദേശത്തേക്ക്, അല്ലെങ്കിൽ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. അടിമത്വത്തിൻ്റെ കാലം അവസാനിച്ചു, നിന്റെ കഷ്ടതയുടെ കാലം അവസാനിച്ചു. ഇനി വിടുതലിൻ്റെ സമയമായിരിക്കുന്നു. വിശ്വസിക്കുക, നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ വലിയ ആ അത്ഭുതം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറപ്പെടട്ടെ, അത് വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾക്കേവർക്കും പ്രത്യാശ നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആശംസിക്കുന്നു.